ഇനി മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഇത് കടലമാവാണ്. 2 സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. 3/4 സ്പൂണ് ഉപ്പ് ചേർത്ത്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്തു, 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ കണ്ടിച്ച് വെച്ച വഴുതനങ്ങ പീസുകൾ ഇങ്ങനെ ഈ മസാലയിലേക്ക് മുക്കി നമുക്ക് എടുത്ത് വെക്കാം. പാൻ ചൂടായി, ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ വേണ്ട, ഇത് ഷാലോ ഫ്രൈ ചെയ്യുവാണ്. അപ്പം നമുക്ക് മുങ്ങി കിടക്കാനുള്ള എണ്ണ വേണ്ട. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത് ഓരോ പീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തീയെ മീഡിയം ഫ്ലെയിമിലാണ്. വേഗം തിരിച്ചിടില്ല, അപ്പം ആ മസാല കോട്ടിങ് വിട്ടുപോകും. അപ്പോൾ ആദ്യത്തെ സെറ്റ് ബെങ്കൻ ഫ്രൈ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ട തൈര് ഞാൻ ഉടച്ചെടുത്ത് വെച്ചേക്കുവാണ്. പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇത് നല്ലത്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം കടുക് ഇട്ട് കൊടുത്തു, 2 മുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതുപോലെ അതിലേക്ക് ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ചില്ലി പൗഡർ. ആ കറിക്ക് തൈരിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് ചെറിയ ജീരകം ക്യൂമിൻ സീഡ്, അത് പൊടിച്ചതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി ഇനിയും ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി തൈരിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്ത പീസുകളും നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയും വഴുതനങ്ങ വേണം എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മളുടെ ദഹി ബെങ്കന്റെ ഫൈനൽ സ്റ്റേജ്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. ചൂട് ചോറിൻ്റെ കൂടെ ഇതും ഒരു പപ്പടവും വറുത്തവും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട.